പരിശ്രമിക്കുകയും എന്നാൽ വിജയം അവസാന ഘട്ടത്തിൽ ഉണ്ടാകുകയും അതിലൂടെ നേട്ടമുണ്ടാകാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗപരമായ വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യത, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സാമ്പത്തികം ചിലവാക്കേണ്ടി വരുന്നു, സമയം ചിലവാക്കേണ്ടി വരുന്നു. വിദേശത്തുള്ള വ്യക്തികൾ തിരിച്ച് നാട്ടിലോട്ട് വരുന്നു. തൻ്റെ കുടുംബത്തിലെ ആൾക്കാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിക്കോ ആരോഗ്യ പ്രശ്നം മൂലം ജോലി ലീവ് എടുത്ത് വരേണ്ട ഒരു അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആരോഗ്യപരമായ വിഷയങ്ങൾ ആദ്യമേ പറഞ്ഞ് അതിന് ആരോഗ്യപരമായ എന്ത് വിഷയമുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും. വിദ്യാഭ്യാസപരമായി നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾ നല്ലൊരു വിജയം ഉണ്ടാകുവാൻ സാധിക്കും. ഉദ്ദേശിക്കുന്ന വിഷയങ്ങളിൽ അഡ്മിഷൻ കിട്ടുവാൻ സാധിക്കും. നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ്. മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷവും കൂടി തന്നെ. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, ഈ കാര്യത്തിലെല്ലാം വിജയം കൈവരിക്കുവാൻ സാധിക്കും. സഹോദരങ്ങൾക്ക് വേണ്ടി പണച്ചിലവ്, കൂടുതലും വിദ്യാർത്ഥികളായ സഹോദരങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സാമ്പത്തികം മുടക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിന് വേണ്ടി സാമ്പത്തികം മുടക്കേണ്ടി വരും, ജോലി സംബന്ധമായിട്ട് സാമ്പത്തികം മുടക്കേണ്ടി വരും. ഇങ്ങനെ ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ധനം ചെലവാക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. നിങ്ങൾക്ക് ലോട്ടറി പോലുള്ള ചെറിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഗുണപരമായ അനുഭവം, ലാഭം ഉണ്ടാകാൻ സാധ്യത, ലോട്ടറിയോ ചെറിയ നറുക്കെടുപ്പുകളിൽ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുകയോ അല്ലെങ്കിൽ ചിട്ടികളോ കുറികളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊക്കെ ചെറിയ രീതിയിലുള്ള സമ്മാനം ലഭിക്കുകയോ ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട്. പ്രധാന തൊഴിലിൽ നിന്നും ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ സാധ്യത. എന്നാൽ ജോലി സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള യോഗം കാണുന്നുണ്ട്. കൂടാതെ ചെറിയ രീതിയിലുള്ള പരിക്ക് പറ്റുക, രോഗദുഃഖങ്ങൾ എന്നിവ മൂലം നിങ്ങൾക്ക് ജോലിയിൽ ലീവ് എടുക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ജോലിയിൽ ശ്രദ്ധ പുലർത്താതെ മുന്നോട്ട് പോകേണ്ടി വരികയൊക്കെ ചെയ്യുന്നൊരവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ നമുക്കിവിടെ ബാധിക്കുന്നത് ആരോഗ്യപരമായ ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തുക. നിസ്സാരമായിട്ട് അതിനെ കാണാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചെറിയ രീതിയിലുള്ള പ്രശ്നം വന്നാൽ കൂടി നിങ്ങൾ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയാണ്. കൂടുതലും ഈ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഇവയൊക്കെ വന്നു ചേരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. പരമ്പരാഗതമായി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക നേട്ടം, അതായത് പലർക്കും അവരുടെ ആ ഒരു ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ഭൂസ്വത്തിൽ നിന്നൊക്കെ ആദായങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ചെറിയ തടസ്സം വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ടാകുന്ന ചലനങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തികളുമായി ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ